എല്ലാവർക്കും ലേഖസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി മേക്കപ്പ് ലുക്കാണ്. അതായത് എന്താ പറയാ, ഒരു മേക്കപ്പ് ട്യൂട്ടോറിയൽ ഒന്നും അല്ല കേട്ടോ, ഇതൊരു ചലഞ്ച് വീഡിയോ ആണ്. ഞാനിപ്പോ 50 രൂപയിൽ താഴെയുള്ള പ്രൊഡക്ട്സ് വെച്ചിട്ട് ഒരു മേക്കപ്പ് ലുക്കാണ് ഇന്ന് ചെയ്യുന്നത്. എന്നുവെച്ചാൽ ഇപ്പോ ഫേസ് ഫുള്ളും 50 രൂപയുടെ പ്രൊഡക്ട്സ് വെച്ചിട്ടുള്ള മേക്കപ്പ് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ആകെ 50 രൂപയുടെ പ്രൊഡക്ട്സ് വെച്ചിട്ടുള്ള മേക്കപ്പ് എന്നല്ല കേട്ടോ ഉദ്ദേശിച്ചത്. ഞാനിപ്പോ ഇതിൽ ഉപയോഗിക്കുന്ന ഓരോ പ്രൊഡക്റ്റിനും 50 രൂപ അല്ലെങ്കിൽ അതിൽ താഴെ പ്രൈസ് ആയിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള പ്രൊഡക്ട്സ് വെച്ചിട്ടാണ് ഇന്നത്തെ മേക്കപ്പ് ലുക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേറ്റ് നമ്മുടെ ഈ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ആ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. കൂടെ ഒരു കുഞ്ഞു ബെൽ ബട്ടൺ വരും, അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമുക്കിനി അധികം സമയം കളയാതെ നമുക്ക് നമ്മുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ എന്റെ ഫേസ് വാഷ് ഇട്ടൊന്ന് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. അപ്പൊ ഞാനിവിടെ എടുത്തിരിക്കുന്ന മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞാല് ഈ ഒരു മോയ്സ്ചറൈസർ ആണ്. നമ്മുടെ നിവിയയുടെ സോഫ്റ്റ് ലൈറ്റ് മോയ്സ്ചറൈസർ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിന് 50 രൂപയിൽ താഴെയുള്ള കേട്ടോ ഇതിന്റെ പ്രൈസ്. 39 രൂപയാണ് ഇതിന്റെ പ്രൈസ്. അത് ഇതിന്റെ ഏറ്റവും ചെറിയ ബോട്ടിലാണ് കേട്ടോ ഇത്. ഇതിലും വലിയ ബോട്ടിലിന് ഇതിലും 50 രൂപയിൽ മേലെ ആവും തോന്നുന്നു. അതെനിക്കറിയില്ല. സാധാരണ ഞാൻ ഈ ഒരു മോയ്സ്ചറൈസർ അങ്ങനെ സ്ഥിരം യൂസ് ചെയ്തിരുന്ന ആളല്ല. പക്ഷെ ഇപ്പൊ ഞാനൊരു 2 ആഴ്ചയോളായിട്ട് ഞാൻ ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാൻ എന്റെ ഫേസിൽ ഈ ഒരു മോയ്സ്ചറൈസർ ആണ് ഇപ്പൊ ഒരു 2 ആഴ്ചയോളായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഈ ഒരു മഞ്ഞുകാലം തുടങ്ങിയ പിന്നെ എന്റെ സ്കിന്നൊന്ന് ചെറുതായിട്ട് ഡ്രൈ ആവുന്ന പോലെ തോന്നുന്നുണ്ട്. അപ്പൊ എനിക്ക് ഈ ഒരു മോയ്സ്ചറൈസർ ഓക്കെയാണ്. പക്ഷെ അതിപ്പോ ഈ ഒരു സീസൺ ആയതുകൊണ്ടാണ്, ഈ ഒരു വിന്റർ സീസൺ ആയതുകൊണ്ടാണ്. ഇത് കഴിഞ്ഞാൽ എനിക്കിത് മോയ്സ്ചറൈസർ പറ്റില്ല. കാരണം ഇത് കുറച്ച് ഓയിലി ആണല്ലോ. അപ്പൊ എനിക്ക് ഒരു ഇറിറ്റേഷൻ ആയിരിക്കുള്ളൂ. കണ്ണിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം വരുന്ന പോലെ തോന്നും അല്ലാത്ത സമയത്ത് ഇട്ടാല്. പക്ഷെ ഇപ്പൊ എനിക്ക് ഈ ഒരു മോയ്സ്ചറൈസർ എനിക്ക് ഓക്കെയാണ്. അപ്പൊ ഈ ഒരു മോയ്സ്ചറൈസർ ആണ് ഇപ്പൊ ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഫേസില്. അതായത് ഇപ്പൊ പകുതി ഇതിന്റെ കണ്ടോ, ഇത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോ എന്റെ ഫേസിൽ ഇങ്ങനെ ഡോട്ടായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫേസിൽ മൊത്തം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ ഞാൻ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാനിപ്പോ ഇതിൽ ഉപയോഗിക്കുന്ന എല്ലാ പ്രൊഡക്റ്റും ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സ് ഒന്നും അല്ല. ഇതിപ്പോ നമ്മളൊരു ചലഞ്ച് വീഡിയോ ആണല്ലോ. അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതിലെ മിക്ക പ്രൊഡക്ട്സും ഞാൻ മേടിച്ചത്. ഞാനിപ്പോ ഈ ഒരു മോയ്സ്ചറൈസർ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഞാൻ കുറച്ച് ഒരു 2 ആഴ്ചയോളായിട്ട് ഞാനിപ്പോ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഇതിലോ അങ്ങനെ 1-2 പ്രൊഡക്ട്സ് ഞാൻ അങ്ങനെ ഉപയോഗിക്കുന്നതാണ്. ബാക്കിയെല്ലാം ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മേടിച്ചാണ് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഒരുപാട് ലോ ക്വാളിറ്റിയിലുള്ള പ്രൊഡക്ട്സ് ഒന്നും അപ്ലൈ ചെയ്യാതിരിക്കുക. ഇപ്പൊ നമ്മള് പൈസ കുറവാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മേടിച്ച് ഉപയോഗിക്കാതിരിക്കുക. കാരണം നമ്മള് ഇത്തിരി പൈസ കൊടുത്തിട്ടാണേലും നമ്മുടെ സ്കിന്ന് നമ്മുടെ ഫേസ്, അപ്പൊ നമ്മള് അതനുസരിച്ചിട്ട് ഒരുപാട് വിലയുടെ മേടിക്കണമെന്നല്ല. എന്നാലും നമുക്ക് അത്യാവശ്യം ഒരു മീഡിയം പ്രൈസ് ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ബ്രാൻഡിന്റെ നല്ല പ്രൊഡക്ട്സ് ഒക്കെ നമുക്ക് കിട്ടും. അപ്പൊ അങ്ങനത്തെ ഒക്കെ മേടിച്ച് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇതില് ഞാനിപ്പോ കാണിക്കുന്ന പ്രൊഡക്ട്സ് ഒന്നും നമുക്ക് സ്ഥിരം ഉപയോഗിക്കാൻ പറ്റിയതല്ല. ഞാനിപ്പോ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോയ്ക്ക് ഒറ്റത്തവണ ഉപയോഗിച്ചു എന്നും പറഞ്ഞ് സ്കിന്നിന് കുഴപ്പമൊന്നും വരാൻ പോകില്ല. ഞാൻ ഈ ഒരു വീഡിയോ കഴിയുമ്പോൾ ഞാൻ ഈ മേക്കപ്പ് എന്റെ ഫേസിൽ നിന്ന് വാഷ് ചെയ്ത് കളയുമല്ലോ, റിമൂവ് ചെയ്ത് കളയും. അപ്പോ അല്ലാതെ നമ്മൾ സ്ഥിരം ഇതിലെല്ലാ പ്രൊഡക്ട്സിനും സ്ഥിരം ഉപയോഗിക്കാൻ പറ്റിയതല്ല. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളിതൊരു ചലഞ്ച് വീഡിയോ ആണല്ലോ. അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രം മേടിച്ചതാണ് ഈ പ്രൊഡക്ട്സ് എല്ലാം. ഇപ്പൊ ഈ ഒരു ക്രീം ഞാനിപ്പോ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നമുക്കിനി അടുത്തത് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു. ഇനി അടുത്ത് നമുക്ക് ലിപ്സ് ഒന്ന് മോയ്സ്ചർ ചെയ്യണം. അപ്പൊ ഞാൻ അതിന് ഉപയോഗിക്കുന്നത് ഇവിടെ നമ്മുടെ നിവ്യല്ല, ഹിമാലയയുടെ ലിപ് ബാമാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ഒരു ലിപ് ബാമും ഞാൻ ഇടയ്ക്ക് ഉപയോഗിക്കാറുള്ളത് തന്നെയാണ്. അപ്പൊ ഞാൻ എന്റെ ലിപ്പ് ഒന്ന് ഇത് വെച്ചിട്ട് മോയ്സ്ചർ ചെയ്ത് കൊടുക്കാണ്. ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇതിനധികം പ്രൈസിലായത് 20-25 രൂപയായിട്ട് ഞാൻ നോക്കട്ടെ. അല്ല 35 രൂപയാണ് ഇതിന്റെ റേറ്റ്.
അപ്പോൾ നമ്മള് ലിപ്പ് മോയ്സ്ചർ ചെയ്തു. ഇനി അടുത്തത് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യണം. അപ്പൊ ഞാൻ ഫൗണ്ടേഷന് പകരം ഞാനിപ്പോ ഇവിടെ എടുക്കുന്നത് നമ്മുടെ ഫെയർ ആൻഡ് ലവ്ലിയുടെ ഒരു BB ക്രീമാണ് ഞാൻ എടുക്കുന്നത്. കാരണം എനിക്ക് ഈ ഒരു പ്രൈസിൽ എനിക്ക് ഫൗണ്ടേഷൻ ഒന്നും കിട്ടിയില്ല. അപ്പൊ എനിക്ക് കിട്ടിയത് ഈ ഒരു ഫെയർ ആൻഡ് ലവ്ലിയുടെ BB ക്രീമാണ്. അത് ഇതിന്റെ ഏറ്റവും ചെറുതാന്ന് തോന്നുന്നു. ഞാൻ ഇത് ആദ്യമായിട്ട് മേടിക്കുകയാണ് ഈ പ്രൊഡക്റ്റ്. ഇതെന്ത് 49 രൂപയായിരുന്നു ഇതിന്റെ പ്രൈസ്. ഇത് ഇതിന്റെ ഏറ്റവും ചെറിയ ബോട്ടിലാന്ന് തോന്നുന്നു. അപ്പൊ ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ് ഫേസില്. അപ്പൊ ഞാനിത് ഫേസിൽ ഡോട്ടായിട്ട് ഇട്ടിട്ട് കൈവച്ചിട്ട് തന്നെയാണ് ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. കഴുത്തിലും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിട്ടിട്ട് ശരിക്കും ഒരു പെയിന്റ് അടിച്ച ഒരു ലുക്ക് പോലെ തോന്നുന്നുണ്ട്. കാരണം എനിക്ക് ഒട്ടും മാച്ചല്ല ഈ ഒരു ഷെയ്ഡ്. പക്ഷെ എനിക്ക് ഈ ഒരു പ്രൈസിൽ എനിക്ക് വേറെ ഒരു ഫൗണ്ടേഷനോ വേറെ BB ക്രീമോ ഒന്നും എനിക്ക് കിട്ടിയില്ല. എനിക്ക് ഇതാണ് കിട്ടിയത്. അപ്പൊ പിന്നെ അതുകൊണ്ടിട്ടാണ് ഞാൻ ഇട്ടത്. പക്ഷെ എന്റെ ഷെയ്ഡായിട്ട് ഇത് ഒട്ടും തന്നെ മാച്ചല്ല. ഭയങ്കരമായിട്ട് വാരി തേച്ച ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത് ഇട്ടിട്ട്. പിന്നെ ഈ ഡാർക്ക് സ്പോട്ട്സ് ഒന്നും കവർ ചെയ്യുന്നില്ല കേട്ടോ. അതൊക്കെ നല്ലോണം തെളിഞ്ഞു കാണാം. അത് കണ്ടോ? എനിക്ക് ഇത് അങ്ങനെ പക്ക മാറ്റായിട്ടൊന്നും തോന്നില്ല. കുറച്ച് ഓയിലി ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതെനിക്ക് തോന്നുന്നു ചിലപ്പോ ഈ നിവ്യയുടെ മോയ്സ്ചറൈസർ ആണല്ലോ ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പൊ ഇനി നിവ്യയുടെ ഇത്തിരി ഓയിലി ആണല്ലോ. അപ്പൊ ഇനി അതിന്റെ കൂടെ ഇട്ടിട്ടത് കൊണ്ടാണോ എന്നറിയില്ല. എനിക്ക് കുറച്ച് ഓയിലി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഫേസിൽ. കണ്ടോ, നന്നായിട്ട് ഓയിലി ആയിട്ടിരിപ്പുണ്ട്. പിന്നെ അടുത്തത് നമുക്ക് ഐ മേക്കപ്പ് ആണ്. ഐ മേക്കപ്പിന് എന്റെ 2 ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഒന്ന് നമ്മുടെ ഹിമാലയയുടെ കാജലും ഉണ്ട്, ഒന്ന് ഡാസ്ലറിന്റെ കാജലും ഉണ്ട്. അപ്പൊ നമുക്ക് ഇത് രണ്ടും 50 രൂപയിൽ താഴെയുള്ള പ്രൊഡക്റ്റ് ആണ്. ഹിമാലയയുടെ കാജൽ 45 രൂപ. ഇതും 25-30 അങ്ങനെ എന്തോ ഞാൻ കറക്റ്റ് ഓർക്കുന്നു. എനിക്ക് തോന്നുന്നു 40 രൂപയാണോ, എന്തായാലും 50 രൂപയിൽ താഴെയാണ് ഇതിന്റെ പ്രൈസ്. ഞാൻ ഇവിടെ ഡാസ്ലറിന്റെ ആണ് എടുക്കുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ഇനി വാട്ടർ ലൈനിൽ എഴുതി കൊടുക്കാണ്. അത് വെച്ചിട്ട് ഇതുപോലെ തന്നെ ഞാൻ കണ്ണിന്റെ മേളിലായിട്ട് ഞാൻ എഴുതി കൊടുക്കുന്നുണ്ട്. ഈ ഒരു ബഡ്സ് വെച്ചിട്ട് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വാട്ടർ ലൈനിലും ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ മേളിലും ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ നമ്മള് ചെറുതായിട്ട് ചെറിയൊരു സ്മോക്കി ഐസ് പോലെയാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇപ്പുറത്തെ കണ്ണും ഇതേപോലെ തന്നെ ഫിൽ ചെയ്യാൻ പോവാണ്. അപ്പൊ ഓക്കെ, നമ്മുടെ കാജൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് ഞാൻ എന്റെ ഐബ്രോസ് ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കാണ്. അപ്പൊ ഐബ്രോസ് ഫിൽ ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് APK എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ ഐബ്രോ പെൻസിലാണ്.
ഇത് ശരിക്കും ഇത് ഐബ്രോ പെൻസിൽ അല്ല, ഇത് ലിപ് പെൻസിലാണ്. പക്ഷെ എനിക്ക് വേറെ ഈ ഒരു നമുക്ക് ഞാൻ ADSന്റെ നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല ഈ ഒരു ഷെയ്ഡിൽ, ഐബ്രോ ഫിൽ ചെയ്യാൻ പറ്റിയ ഒരു ഷെയ്ഡില ADSന്റെ നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല. അപ്പൊ എനിക്ക് കിട്ടിയത് ഇതാണ്. അപ്പൊ ഞാൻ ഇത് വെച്ചിട്ട് ഞാൻ എന്റെ ഐബ്രോസ് ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇതിന്റെ പ്രൈസ് എന്തോ 20 രൂപ എന്തോ ആയിരുന്നു കേട്ടോ ഇതിന് പ്രൈസ്. ഗ്യാപ്പുള്ള സൈഡിലൊക്കെ ഒന്ന് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പുറത്തും ഞാൻ ഇതേപോലെ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്, ഇപ്പുറത്തെ ഐബ്രോയും. ഇത് കുറച്ച് ക്രീമി ടെക്സ്ചർ ആണ് കേട്ടോ ഈ ഒരു പെൻസില്. നമുക്ക് എന്തായാലും ഇത് അധികം നേരം നിൽക്കുന്നില്ല, നമ്മളൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ നമ്മളുടെ കയ്യിലാവും ഇത്. അങ്ങനത്തെ ഒരു ഇതാണ്. ഞാൻ പറഞ്ഞല്ലോ ഇത് ശരിക്കും ഐബ്രോ പെൻസിലല്ല, ഇത് ശരിക്കും ലിപ് പെൻസിലാണ്. അപ്പൊ അതുകൊണ്ടിട്ടായിരിക്കും അങ്ങനെ. പിന്നെ അതിന്റെ പ്രൈസ് മാത്രല്ലേ ഉള്ളൂ. ഇതൊന്നും ഡെയിലി ഉപയോഗിക്കാൻ പറ്റിയ സംഭവങ്ങളൊന്നും അല്ല കേട്ടോ. ഇതൊക്കെ ശരിക്കും ലോ ക്വാളിറ്റി സംഭവങ്ങളൊക്കെയാണ്. ഇതൊന്നും ഡെയിലി ഉപയോഗിക്കണ്ട. അപ്പൊ ഓക്കെ, ഐബ്രോസ് ഫിൽ ചെയ്തു. വണ്ണം കൂടിയോ? ഈ ഐബ്രോയ്ക്ക് ഇത്തിരി വണ്ണം കൂടിയോ എന്ന് സംശയം. കുഴപ്പമില്ലല്ലേ? അപ്പൊ ഓക്കെ, നമ്മൾ അങ്ങനെ ഐബ്രോസ് ഫിൽ ചെയ്തു. ഇനി അടുത്തത് ഞാനിവിടെ മസ്കാര ഇട്ട് കൊടുക്കാൻ പോവാണ്. മസ്കാര ഡാസ്ലറിന്റെ മസ്കാരയാണ് എടുത്തിരിക്കുന്നത്. ഇതിന്റെ പ്രൈസ് 50 രൂപയാണ് കേട്ടോ. അപ്പൊ ഇത് ഞാൻ ഫസ്റ്റ് ടൈം ഉപയോഗിക്കാൻ പോവാണ്. അപ്പൊ ഇതിന്റെ ഈ ഒരു മസ്കാരയെ പറ്റി എനിക്ക് അറിയില്ല എങ്ങനെയാന്ന്. ഞാൻ ഡാസ്ലറിന്റെ മസ്കാര ആദ്യമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന് നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ മസ്കാരയും ഇട്ടു. ഇനിയിപ്പോ അടുത്തത് ഞാൻ നമ്മുടെ ഈ ഒരു ഐബ്രോ ഫിൽ ചെയ്ത ഈ ഒരു പെൻസിൽ വെച്ചിട്ട് ഞാൻ എന്റെ നോസ് ഒന്ന് കോണ്ടൂർ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്റെ നോസ് കോണ്ടൂർ ചെയ്തില്ലെങ്കിൽ മഹാലമ്പാണ്. ഞാനിത് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാണ്. ഓക്കെ, അങ്ങനെ മൂക്ക് കോണ്ടൂർ ചെയ്തു. ഇനിയിപ്പോ അടുത്തത് നമുക്ക് ലിപ്സ്റ്റിക് ഇടാം. ലിപ്സ്റ്റിക്ക് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ADSന്റെ ലിപ്സ്റ്റിക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിന്റെ പ്രൈസ് 30 രൂപയായിരുന്നു കേട്ടോ. ഇതിന്റെ പ്രൈസ്, ഇതിന്റെ ഷെയ്ഡ് നല്ലൊരു ഷെയ്ഡാണ്. പക്ഷെ നമുക്ക് സ്ഥിരം ഇടാനൊന്നും പറ്റിയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ഒന്നും അല്ല, ലോ ക്വാളിറ്റി ആണ്. അപ്പൊ നമുക്കിത് സ്ഥിരം ഉപയോഗിക്കാനൊന്നും പറ്റില്ല. അപ്പൊ ഞാൻ ഈ ആയിട്ടുള്ള ലിപ് ബാം ഒന്ന് കളയട്ടെ. ഇത് നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ.
എനിക്ക് ഈ ഒരു ഷെയ്ഡ് ഇഷ്ടമായി. അപ്പൊ നമുക്ക് ഈ ഒരു ലിപ്സ്റ്റിക് വെച്ചിട്ട് തന്നെ ഞാൻ ബ്ലഷ് ഇട്ട് കൊടുക്കാണ്. ഇപ്പൊ നമ്മുടെ മേക്കപ്പ് ഏതാണ്ട് കഴിഞ്ഞു. ഇനി ഞാനൊരു പൊട്ടുകൂടെ തൊട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ എന്താ ഒരു കുഞ്ഞി ബ്ലാക്ക് കളറുള്ള വട്ടപ്പൊട്ടാണ് തൊടുന്നത്. ഇത് ഞാൻ അമ്പലത്തിൽ ഉത്സവത്തിന് അമ്പലപ്പറമ്പിൽ നിന്ന് 10 രൂപയ്ക്ക് മേടിച്ചതാണ്. ഒരു ചെറിയ നമുക്കൊരു സ്ക്വയർ ബോക്സിൽ കിട്ടൂലേ, വട്ടപ്പൊട്ട് കിട്ടുമല്ലോ, അത് ഞാൻ 10 രൂപക്ക് മേടിച്ചാണ് അമ്പലപ്പറമ്പില് മേടിച്ചാണ് കേട്ടോ. അപ്പോ ഇത്രയുള്ള മേക്കപ്പ്. ഞാൻ ജസ്റ്റ് എന്റെ മുടി കൂടെ ഒന്ന് കെട്ടിയേക്കാം. അപ്പൊ മുടി ഞാൻ വലിയ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഒരു പഫ് ഹെയർ സ്റ്റൈലാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ എന്താ ഈ ഒരു ടിക് സ്ലൈഡ് വെച്ചിട്ട് ആ ഒരു 2 ടിക് സ്ലൈഡ് ഉണ്ടെങ്കിൽ മുടി ഓക്കെ. അപ്പൊ മുടിയുടെ കഴിഞ്ഞു കണ്ടോ, ഹെയർ സ്റ്റൈലും കഴിഞ്ഞു, മേക്കപ്പും കഴിഞ്ഞു. സിമ്പിൾ അല്ലേ? ഇനി കുറച്ചും മുടി ഇങ്ങനെ ഫ്രണ്ടിൽ കിടന്നോട്ടെ. അപ്പൊ ഓക്കെ, അങ്ങനെ നമ്മുടെ ഈ ഒരു മേക്കപ്പ് ചലഞ്ച് ഇവിടെ കഴിഞ്ഞു. അപ്പോൾ എല്ലാം 50 രൂപയിൽ താഴെയുള്ള കുറച്ച് പ്രൊഡക്ട്സ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു മേക്കപ്പ് ലുക്ക് ചെയ്തത്. അപ്പൊ ഞാൻ ഇതില് ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സ് ഒക്കെ ഞാൻ കാണിച്ചു തരാം. നിവിയുടെ മോയ്സ്ചറൈസർ, ഹിമാലയയുടെ ലിപ് ബാം, പിന്നെ ഡാസ്ലറിന്റെ കാജല്, ഹിമാലയയുടെ കാജല്, ഡാസ്ലറിന്റെ ലൈറ്റെക്സിന്റെ കാജല്, ഹിമാലയയുടെ കാജല്. ഈ ഇത്രയും പ്രൊഡക്ട്സ് ഞാൻ ഇടയ്ക്ക് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഈ നിവിയുടെ മോയ്സ്ചറൈസർ ഞാൻ ഇപ്പൊ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ ഡെയിലി ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഈ ഒരു വിന്റർ സീസൺ തുടങ്ങിയിട്ട് എനിക്ക് സ്കിന്ന് ചെറുതായിട്ട് ഡ്രൈ ആവുന്ന പോലെ തോന്നുന്നുണ്ട്. അപ്പൊ ഫെയർ ആൻഡ് ലവ്ലിയുടെ ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യാനാണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ ഇത് മേടിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു കുഞ്ഞു ബോട്ടിൽ മേടിച്ച് ആദ്യം ട്രൈ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ വലുത് മേടിച്ചാൽ മതിയല്ലോ. എനിക്ക് എന്തായാലും ഇത് അത്ര ഇഷ്ടമായില്ല. ഇത് കണ്ടോ, ഫേസ് ഭയങ്കര ഓയിലി ആയിട്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇതില് എഴുതിയിട്ടുണ്ട് മാറ്റാണ്, ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ കവർ ചെയ്യും എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, ഈവൻ സ്കിൻ ടോൺ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഈ പറഞ്ഞ ഒന്നും ഇതിൽ തോന്നുന്നില്ല. ഭയങ്കര ഓയിലി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നിവിയുടെ മോയ്സ്ചറൈസറിന്റെ കൂടെ ഇട്ടത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും എന്റെ ഫേസിൽ നല്ല ഓയിലി ആയിട്ടിരിക്കുന്നുണ്ട്. ഡ്രൈ സ്കിന്നുള്ള ആളുകൾക്കൊക്കെ ഇത് ചിലപ്പോൾ ഓക്കെ ആയിരിക്കും. പിന്നെ ഈ ഒരു ഷെയ്ഡ് എന്റെ വെളുത്ത ആളുകൾക്കൊക്കെ ആണെങ്കിൽ ഇത് പെർഫെക്റ്റ് ആയിരിക്കും. ഇരുന്നവർക്കാർക്ക് ഇത് അത്രയ്ക്ക് ഓക്കെ അല്ല കേട്ടോ. പിന്നെ ഇട്ട ഉടനെ തന്നെ ഭയങ്കരമായിട്ട് എനിക്ക് വൈറ്റ് കാസ്റ്റ് തോന്നിയായിരുന്നു. ഒരു കുറെ വാരി തേച്ച ഒരു ലുക്ക് എനിക്ക് തോന്നി. പക്ഷെ ഇപ്പൊ കുറച്ചൊന്നും ഓക്സിഡൈസ്ഡ് ആയിട്ടുണ്ട്. അത്രയും ബോറായിട്ട് തോന്നില്ല. ഇട്ട ഉടനെയുള്ള ഒരു ബോറ് ഇപ്പൊ തോന്നുന്നില്ല. ഇത് ഡാസ്ലറിന്റെ മസ്കാര എനിക്കറിയില്ല നല്ലതാവൂല്ലെന്ന് എനിക്കറിയില്ല. ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. നമ്മളിപ്പോ ഒന്ന് പെട്ടെന്ന് ഒരൊറ്റ നോട്ടത്തില് മസ്കാര ഇട്ട ഒരു ഇതൊന്നും തോന്നുന്നില്ല. അപ്പോ നമ്മുടെ ഈ ഒരു മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും